ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുകളെ ബന്ധപ്പെട്ട് LDC 2014 ആലപ്പുഴ ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ മുൻപത്തെ വീഡിയോകളുടെ ബാക്കിയായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. എല്ലാത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? കൃഷിക്കായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത്. ഹറോൾഡ് ഡോമർ മാതൃകയിലായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ജലസേചനം, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയുൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പരമ പ്രാധാന്യം നൽകിയ പദ്ധതിയായിരുന്നു ഒന്നാം പദ്ധതി. ജലസേചനം, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയുൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പരമ പ്രാധാന്യം നൽകിയ പദ്ധതികളായിരുന്നു ഒന്നാം പദ്ധതി. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, മേട്ടൂർ എന്നീ അണക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചത് ഒന്നാം പദ്ധതിക്കാലത്താണ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, മേട്ടൂർ എന്നീ അണക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ 5 IITകൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5 IITകൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ മാതൃകയാക്കിയത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ മാതൃകയാക്കിയത്. ഇപ്പോഴത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആര്? ഇതിന് ഉത്തരവില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇപ്പോൾ ആസൂത്രണ കമ്മീഷനല്ല, ഇപ്പോൾ നീതി ആയോഗാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷനും പ്രധാനമന്ത്രിയായിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയോഗിൻ്റെ അധ്യക്ഷനും. ഇപ്പോൾ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷനും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും. 2015 ജനുവരി 1 നീതി ആയോഗ് ഫോം ചെയ്തത്. 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാറാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ. ഇന്ത്യയിൽ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തിനുള്ള അവകാശമാണ് ഇന്ത്യയിൽ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത്. ഭരണഘടനയുടെ പാർട്ട് 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നാണ് മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി. 6 എണ്ണമാണ് മൗലികാവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇത്രയുമാണ് 6 മൗലിക അവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. HC മുഖർജി ആയിരുന്നു ഉപാധ്യക്ഷൻ. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഇന്ത്യൻ ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആര്?
AK ഗോപാലൻ. AK ഗോപാലനായിരുന്നു ഇന്ത്യൻ ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്ന ലോകസഭയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്ന ലോകസഭയാണ്. 1952 ഏപ്രിൽ 17 ലോകസഭ രൂപീകരിച്ചത്. 1952 ഏപ്രിൽ 17 ലോകസഭ രൂപീകരിച്ചത്. ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഡോക്ടർ റാം സുഭഗ് സിംഗ് ആണ്. ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഡോക്ടർ റാം സുഭഗ് സിംഗ് ആണ്. മലയാളിയായ ആദ്യത്തെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് AKG ആണ്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം. ഇന്ത്യയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ച ആദ്യത്തെ വനിത സോണിയാഗാന്ധിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരെ? ഈ എക്സാം നടക്കുന്ന സമയത്ത് KG ബാലകൃഷ്ണനായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. എന്നാൽ ഇപ്പോഴത് HL ദത്തു ആണ്. HL ദത്തു ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. കേരളത്തിൻ്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ്. ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ് കേരളത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ആങ് സാങ് സൂചിയുടെ മാതൃരാജ്യം എവിടെ? മ്യാൻമാർ. മ്യാൻമാറാണ് ആങ് സാങ് സൂചിയുടെ മാതൃരാജ്യം. ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ജനറൽ ഓങ് സാങ് സൂചി. ജനറൽ ഓങ് സാങ് സൂചിയാണ് ബർമീസ് ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകളാണ് ആങ് സാങ് സൂചി. ജനറൽ ഓങ് സാങ് സൂചിയുടെ മകളാണ് ആങ് സാങ് സൂചി. ആങ് സാങ് സൂചിയുടെ പാർട്ടി നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസിയാണ്. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസിയാണ് ആങ് സാങ് സൂചിയുടെ പാർട്ടി. ഫ്രീഡം ഫ്രം ഫിയർ എന്ന പുസ്തകം എഴുതിയത് ആങ് സാങ് സൂചിയാണ്. ആങ് സാങ് സൂചിയുടെ പുസ്തകമാണ് ഫ്രീഡം ഫ്രം ഫിയർ. കിഴക്കിൻ്റെ ധാന്യക്കിണ്ണം എന്നറിയപ്പെടുന്നതാണ് മ്യാൻമാർ. മ്യാൻമാർ കിഴക്കിൻ്റെ ധാന്യക്കിണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്നു. നൈപ്പിഡമാണ് മ്യാൻമാറിൻ്റെ തലസ്ഥാനം. നൈപ്പിഡമാണ് മ്യാൻമാറിൻ്റെ തലസ്ഥാനം. 2013 ജനുവരി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരെ? VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനായിരുന്നു 2013 ജനുവരി മാസത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. കേരളം മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. കേരള നിയമസഭയിൽ അംഗമായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും VS അച്യുതാനന്ദനാണ്. കേരളം നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയ്ക്ക് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് PT ചാക്കോ. പിണറായി വിജയൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരെ? മേധാ പട്കർ. മേധാ പട്കറാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത്. മേധാ പട്കർ സാമൂഹ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഗ്രാമമാണ് മണിബേൽ. മണിബേൽ മേധാ പട്കർ സാമൂഹ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഗ്രാമമാണ്. മേധാ പട്കറുടെ രാഷ്ട്രീയ ഗുരു ബാബ ആംതെയാണ്. ബാബ ആംതെയാണ് മേധാ പട്കറുടെ രാഷ്ട്രീയ ഗുരു. സർദാർ സരോവർ അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങൾക്കെതിരെയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ രൂപീകരിച്ചത്. ഗുജറാത്തിലെ നർമ്മദ നദിയിലുള്ള സർദാർ സരോവർ അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങൾക്കെതിരെയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ രൂപീകരിച്ചത്. താഴെ പറയുന്നവയിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏത്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ആംനസ്റ്റി ഇൻ്റർനാഷണലാണ്
ഈ തന്നിരിക്കുന്നതിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന. ബാക്കിയെല്ലാം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ലണ്ടൻ ആസ്ഥാനമാക്കി 1961 പീറ്റർ ബെറൻസൺ രൂപീകരിച്ചതാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. 1961 ലണ്ടൻ ആസ്ഥാനമാക്കി പീറ്റർ ബെറൻസൺ രൂപീകരിച്ചതാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. പൊതുമാപ്പ് എന്നാണ് ആംനസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. പൊതുമാപ്പ് എന്നാണ് ആംനസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യം ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് എന്നതാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യം ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് എന്നതാണ്.